ഇനി ഈ ഗ്രാഫ് എങ്ങനെയാണ് ഈ പ്രോഗ്രാമിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് എന്ന് കാണാം. അതായത് മഹാത്മജിയുടെ ഡീറ്റെയിൽസ്, ജനന തീയതി, ജനന സമയം, ജനിച്ച സ്ഥലം, ജെൻഡർ, അഡ്രസ് തുടങ്ങിയവ നമുക്ക് ഈ വിൻഡോയിൽ ചേർത്തതിന് ശേഷം സ്കാൻ, ടൈം സ്കാൻ എന്ന വിൻഡോ ഓപ്പൺ ചെയ്യും. ടൈം സ്കാൻ എന്ന ഈ വിൻഡോയിൽ കോപ്പി ഡാറ്റാസ്, ഈ മുകളിലുള്ള ഡാറ്റാസ് താഴെ വിൻഡോയിലേക്ക് കോപ്പി ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ജനനത്തീയതി, ജനനസമയം തുടങ്ങിയവ ഇതിലേക്ക് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മരണ ദിവസം നമ്മളിതിൽ ഡേറ്റ് കൊടുക്കുന്നു. അവിടെ വരെ ഈ ഗ്രാഫ് നമുക്ക് സ്കാൻ ചെയ്ത് പോകേണ്ടതാണ്. അതിനുശേഷം സ്റ്റാർട്ട് എന്ന ഈ ബട്ടൺ അമർത്തിയാൽ ഇത് സ്കാൻ ചെയ്ത് തുടങ്ങും. അപ്പോൾ സ്കാൻ ചെയ്ത് തുടങ്ങുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ ഏത് ഭാവമാണ് സ്കാൻ ചെയ്യേണ്ടത് എന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിൽ 1 എന്ന് പറയുന്ന ഗ്രാഫാണ് പ്രധാനപ്പെട്ടത്, സുഖം ദുഃഖം എന്ന് കാണിക്കുന്നത്. മറ്റ് അനവധി ഗ്രാഫുകൾ ഇതിൽ ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. മൊത്തം 49,000-ലധികം ഗ്രാഫുകൾ ഇതിലുണ്ട്. അതിൽ എത്ര സമയം ഇൻ്റർവെല്ലിലേക്ക് ഈ ഡേറ്റ ആവറേജ് ചെയ്യണമെന്നും കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് വിൻഡോ കൊടുക്കാവുന്നതാണ്. ഗ്രാഫ് എന്ന ഈ വിൻഡോ ഓപ്പൺ ചെയ്ത് സ്റ്റാർട്ട് വിൻഡോ കൊടുത്താൽ അത് സ്കാൻ ചെയ്ത് തുടങ്ങും. സ്കാൻ ചെയ്ത് തുടങ്ങിയതിന് ശേഷം അല്പസമയത്തിന് ശേഷം റിഫ്രഷ് എന്ന് കൊടുത്താൽ ഗ്രാഫ് ഇതിൽ വരച്ച് കാണിക്കും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ തുടങ്ങി. അത് എവിടെയാണോ ടെർമിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡേറ്റ ഉള്ളത് അല്ലെങ്കിൽ ദിവസം തീരുമാനിച്ചിരിക്കുന്നത് അവിടെ വരെ സ്കാൻ ചെയ്ത് സ്വയം നിൽക്കും. ഗ്രാഫിൻ്റെ ഓരോ പോയിന്റ്സും തിരിച്ചറിയാവുന്നതാണ്. ഇതിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സംഭവങ്ങൾ, ഇൻസിഡൻസ് കൊടുത്താൽ ഇൻസിഡൻസും ഇതിൽ എഴുതി കാണിക്കും. ഇത് നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ രീതിയിൽ ഏതൊരു വ്യക്തിയുടെയും ഡേറ്റ, അവരെ കാണേണ്ട, അവരെപ്പറ്റി മറ്റ് അഭിപ്രായങ്ങളൊന്നും തന്നെ അറിയേണ്ട, കൃത്യമായ ജനനത്തീയതി, കൃത്യമായ സമയം എന്നിവ ഒഴികെ മറ്റൊന്നും ആവശ്യമില്ല. ഇത്രയും ഡേറ്റ കൊടുത്താൽ ഏതൊരു വ്യക്തിയുടെ ജീവിതത്തെയും അതിൻ്റെ വ്യത്യസ്ത ഭാവങ്ങൾ വിശകലനം ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ദൗർബല്യം, ഒരു വിഷയം മാത്രമേ വിശകലനം ചെയ്യാനാവുകയുള്ളൂ. ഉദാഹരണത്തിന് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ വിവാഹം അത് തീരുമാനിക്കണമെങ്കിൽ അതിൽ വിവാഹത്തിൽ അനവധി ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. നിയമം, കുടുംബം, അങ്ങനെ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ താല്പര്യം, ആൺകുട്ടിയുടെ വീട്ടുകാരുടെ താല്പര്യം തുടങ്ങിയ അനവധി ഘടകങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ ഒറ്റയടിക്ക് വിവാഹം എന്നൊരു ഇൻസിഡന്റ് ഒറ്റ ഇൻസിഡന്റ് ആയിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത ഭാവങ്ങൾ വിശകലനം ചെയ്തതിന് ശേഷം അതിൽ നിന്നും കൂട്ടി സംയോജിപ്പിച്ച് മാത്രമേ അത്തരം ഒരു നിഗമനത്തിലേക്ക് പോകാനാവുകയുള്ളൂ. പക്ഷേ ആ സമയം പൊതുവേ ഗുണകരമോ പൊതുവേ പരാജയമോ എന്ന് ഈ ഗ്രാഫിന് പെട്ടെന്ന് തിരിച്ചറിയാനാവും. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയേറിയ ഒരു വിശകലന രീതിയാണ് കേശവഗൗരി അപ്രോച്ചിൽ